പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുമെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതുവരെയും ഈ നിമിഷം വരെയും കർത്താവ് നമ്മളെ വഴി നടത്തിയ വിധങ്ങൾക്കായി കർത്താവിന് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ നിമിഷം വരെ കർത്താവ് ഏറ്റവും അനുഗ്രഹമായിട്ടല്ലേ വഴി നടത്തിയത്. ഇത്രത്തോളം കർത്താവ് മാനിച്ചു, ഇത്രത്തോളം നടത്തി. ശരിയാണ്, പല പ്രാർത്ഥന വിഷയത്തിന് മറുപടി കിട്ടി കാണത്തില്ലായിരിക്കാം, പ്രാർത്ഥിക്കുന്ന വിഷയമായിരിക്കാം. എന്നിരുന്നാൽ തന്നെയും ഇതുവരെയും എൻ്റെ കർത്താവ് നമ്മളെ വഴി നടത്തിയ വിധങ്ങളെ ഓർത്ത് ആ കർത്താവിന് നന്ദി പറഞ്ഞ കർത്താവെ നന്ദി 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 അല്ലാതൊന്നും ദൈവസന്നിധിയിൽ നമുക്ക് പറയാനായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ആമേൻ. നിങ്ങളൊരു കാര്യം മറന്നു പോകരുത്. നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ച അന്ന് മുതൽ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ഏറ്റവും നല്ലൊരു പദ്ധതിക്കകത്ത കർത്താവ് എന്നെ നിങ്ങളെ മാക്കി വെച്ചിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. വചനം പറയുകയാണ്, അവർ നമ്മളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിൻ്റെ ദൈവരാജ്യത്തിൽ എന്നെ നിങ്ങളെ മാക്കി വെച്ചിരിക്കുക. ആമേൻ. ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത തന്നെ അവിടെ ഇരുട്ടില്ല, അന്ധകാരമില്ല. പ്രൈസ് ലോർഡ്. അവിടെ രാജാവായി യേശുവാണ് വാഴുന്നത്. അതുകൊണ്ട് തന്നെ ആമന ദൈവരാജ്യത്തിൻ്റെ അകത്ത് കൃപയാൽ എന്നെ നിങ്ങളെയും അവനാക്കി വെച്ചിരിക്കുന്ന കൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആമേൻ, നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവെ, കേൾക്കുന്ന ഓരോ വചനവും ഓരോ വാക്കും എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് എനിക്ക് ഇടപെടണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എൻ്റെ ജീവിതം ഒരനുഗ്രഹമായി മാറണം. അവൻ ആ യേശുവിനെ വീണ്ടും ഒന്ന് ആഴത്തിൽ അറിയുവാൻ, യേശുവിൽ വീണ്ടും ഒന്ന് ഉറയ്ക്കുവാൻ, യേശുവാണ് എൻ്റെ കർത്താവ്. അവൻ ദൈവം എൻ്റെ മേൽ തന്നിരിക്കുന്ന അധികാരം തിരിച്ചറിയുവാൻ, യേശുവിൽ ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയുവാൻ കർത്താവെ എന്നെ സഹായിക്കണമെന്ന് ആമേ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കർത്താവ് ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ട്. ആമേ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. സോ ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിന് വേണ്ടി ഒരു വചനം വായിക്കാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം വായിക്കുകയാണ്. പ്രൈസ് ലോർഡ്. അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. സോ അവൻ നോക്ക്, യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പറയുന്നത് സംഭവിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് മാറി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ നീ പറയുന്നത് പോലെ തന്നെ സംഭവിക്കുമെന്ന് സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കിയ സർവശക്തനായ ദൈവം, ആമേൻ, ആകാശവും ഭൂമി നിർമ്മിച്ചവൻ, സർവശക്തൻ, എൽ ശദ്ധായി ആയിരിക്കുന്നവൻ, പ്രൈസ് ലോർഡ്, രാജാതി രാജാവായിരിക്കുന്നവൻ, ആമേൻ, മനുഷ്യനെ നിർമ്മിച്ചവനായ ദൈവം മനുഷ്യനോട് സത്യം ചെയ്ത് പറയുകയാണ്, നിന്റെ വാക്കിന്, നീ പറയുന്ന വാക്കുകൾക്ക് മലകളെ പോലും മാറ്റുവാൻ തക്കവണ്ണം അധികാരമുണ്ട്, ആമേൻ, ശക്തിയുണ്ട്. പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദിനം തോറും എത്ര അധികം വാക്കുകളാണ് സംസാരിക്കുന്നത്. എന്തുമാത്രം സംസാരിക്കുന്നവരല്ലേ. ആമേൻ. ഒരുപാട് സംസാരിക്കുന്നവരുണ്ട്, ആമേൻ, പരിമിതമായി സംസാരിക്കുന്നവരുണ്ട്. പ്രൈസ് ലോർഡ്. പക്ഷെ എന്തുമാത്രം വാക്കുകൾ നമ്മൾ ഓരോ ദിവസം യൂസ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. എന്നാൽ ചിലര്, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന നിരാശയുടെ മധ്യത്തിൽ പലപ്പോഴും ആമേൻ നിരാശയുടെ വാക്കുകൾ ആമേൻ പലപ്പോഴും പറയാറുണ്ട്. പ്രൈസ് ലോർഡ്. ചിലരിങ്ങനെ ആമേൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വേറെ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് ഉപവസിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ മാത്രം നടക്കത്തില്ല സോ എന്നൊക്കെ പറയുന്ന നിരാശയുടെ വാക്കുകൾ. ചിലർ പറയും, എൻ്റെ വിധിയാണിത്, എൻ്റെ തലവരെയാണ്, ഇത് എന്നെ കൊണ്ടേ പോകത്തുള്ളൂ എന്നൊക്കെ പറയുന്ന അനേകര് ആമേൻ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആമേൻ പലപ്പോഴും പറയാറുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മറന്നു പോകരുത്. എൻ്റെ നിങ്ങളുടെ നാവിന്, എൻ്റെ നിങ്ങളുടെ വാക്കിന് സൃഷ്ടിപ്പിൻ്റെ അധികാരമുണ്ടെന്ന് ആമേൻ മറന്നു പോകരുത്. പ്രൈസ് ലോർഡ്. സോ ഇത് മനസ്സിലാക്കിയ, ഇതറിയാവുന്ന യേശു ആമേൻ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ശിഷ്യന്മാരോട് പറയുകയാണ്, ഈ മലയോട് മാറി കടലിൽ ചാടി പോക എന്ന് നീ പറഞ്ഞാൽ നീ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും. പ്രൈസ് ലോർഡ്. അപ്പം നമ്മൾ പറയുന്ന ഓരോ വാക്കിനും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. നിന്റെ വാക്കുകൾക്ക് ആമേൻ നിന്നെ നീതീകരിക്കാൻ കഴിയും. നിന്റെ വാക്കുകൾക്ക് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. നിന്റെ വാക്കുകൾക്ക് നിന്റെ ജീവിതത്തിൽ സൃഷ്ടിപ്പിൻ്റെ ശക്തി, ആമേൻ, സൃഷ്ടിപ്പിൻ്റെ പ്രവർത്തികൾ ചെയ്യുവാൻ നിന്റെ വാക്കുകൾക്ക് കഴിയുമെന്ന് നീ മറന്നു പോവരുത്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ജനിച്ച ഒരു ദൈവത്തിൻ്റെ പൈതൽ ദൈവസന്നിധിയിൽ തൻ്റെ നാവിനെ ആമേൻ ഏറ്റവും അധികം സൂക്ഷിക്കണം. നമുക്കറിയാം, യാക്കോബ്
യാക്കോബിന്റെ ലേഖനത്തിനകത്ത് യാക്കോബ് പറയുന്നുണ്ടല്ലോ, നാവിൻ്റെ അധികാരത്തെക്കുറിച്ച് അല്ലേ. നാവ് ഒരു ചെറിയ അവയവമെങ്കിലും അതിനെ നിയന്ത്രിക്കാൻ വളരെ പാടാണ്. പ്രൈസ് ലോർഡ് എന്നൊക്കെ നാവിനെ കുറിച്ച് തന്നെ യാക്കോബ് തന്നെ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മുടെ വാക്കുകൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താണോ സംസാരിക്കുന്നത്, നമ്മൾ എന്താണോ പറയുന്നത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. പ്രൈസ് ലോർഡ്. ഞാൻ ഈ വാക്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഒരു വാക്യത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. ലൂക്കോസിന്റെ സുവിശേഷത്തിൻ്റെ അകത്തെ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, തക്ക സമയത്ത് നിവർത്തിയാകുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. നമുക്കിതറിയാം, യേശുവിന്റെ ജനനത്തിന് മുൻപേ, സ്നാപക യോഹന്നാൻ ജനിക്കുന്നതിന് മുൻപേ തന്റെ പിതാവായിരിക്കുന്ന സെക്കരിയ പുരോഹിതനോട് ദൈവത്തിന്റെ ദൂതനായിരിക്കുന്ന ഗബ്രിയേൽ ദൂതൻ സെക്കരിയാവിനോട് സംസാരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. സെക്കരിയാവിനോട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇന്ന് നിങ്ങളോട് പറയട്ടെ, നമ്മുടെ പ്രാർത്ഥന എല്ലാം കർത്താവ് കേൾക്കുന്നുണ്ട് കേട്ടോ. കർത്താവ് ഒരു പ്രാർത്ഥനയും കേൾക്കാതിരിക്കുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ പ്രാർത്ഥന കേൾപ്പാതിരിപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. കർത്താവ് ഇന്നും എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി, നമ്മുടെ സ്തോത്രത്തിന് വേണ്ടി, നമ്മുടെ സ്തുതിക്ക് വേണ്ടി, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ കർത്താവിന്റെ ചെവി ഇന്ന് പകലും നമുക്ക് വേണ്ടി തുറന്നു തന്നെയാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ മലാക്കി പ്രവചനം പറയുന്നത്, യഹോവക്തന്മാർ തമ്മിൽ സംസാരിച്ചത് ദൈവം ശ്രദ്ധ വെച്ച് കേട്ടു. പ്രൈസ് ലോർഡ്. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കുകളും നമ്മുടെ പ്രാർത്ഥനകളും കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകൾ കൊണ്ട് തന്നെ നമ്മുടെ നന്മകളെ നമുക്ക് തടസ്സപ്പെടുത്തുവാൻ സാധിക്കും. നിങ്ങൾക്കറിയാമോ, സർവശക്തനായ ദൈവം നിന്റെ ജീവിതത്തിൽ തരുന്ന വാഗ്ദത്തങ്ങളെ, നന്മകളെ തടസ്സപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും ഒരു മനുഷ്യർക്കും കഴിയത്തില്ല. കാരണം ദൈവം അത് പറഞ്ഞുകൊണ്ട്, ദൈവം സർവശക്തനായതുകൊണ്ട് അവൻ പറയുന്നതിനെ തടസ്സപ്പെടുത്തുവാൻ ഒരു മനുഷ്യർക്കും കഴിയത്തില്ല. പക്ഷേ അത് തടസ്സപ്പെടുത്താൻ കഴിയുന്ന ഒരാളുണ്ട്. അതാരെന്നറിയാമോ? പിശാചല്ല, നീ തന്നെയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിലെ നന്മകളെ, നിന്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ, നീ പ്രാപിക്കേണ്ട വാഗ്ദത്തങ്ങളെ ഡിലേ ചെയ്യിപ്പിക്കുവാൻ, നീ പ്രാപിക്കേണ്ട നന്മകളെ തടസ്സപ്പെടുത്തുവാൻ നിന്റെ വാക്കിന് കഴിയും എന്ന് മറന്നു പോവരുത്. അതുകൊണ്ടാണ് സദൃശ്യവാക്യത്തിനകത്ത് വേദപുസ്തകത്തിൽ പറയുന്ന സദൃശ്യവാക്യം 18:21 പറയുകയാണ്, ജീവനും മരണവും ജീവനും നിന്റെ വാക്കിന്റെ അധികാരത്തിലിരിക്കുന്നു. നീ ഏതിനെ ഇഷ്ടപ്പെടുന്നോ അതാ നീ പ്രാപിക്കാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ. ചുരുക്കം പറഞ്ഞാൽ, നീ ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടെ സെക്കരിയാവിനോട് ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ മാലാഖ, മെസ്സഞ്ചർ മാലാഖ പറയുകയാണ്, നിന്റെ പ്രാർത്ഥന ദൈവസ്ഥനിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ അതിന്റെ മറുപടിയായിട്ട് ദൂതനാണ്. ദൂതൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതനായിരിക്കുന്ന ഗബ്രിയേലാകുന്നു ഞാൻ. നിന്റെ പ്രാർത്ഥന ദൈവസ്ഥനിൽ ചെന്നു, അതിന്റെ മറുപടിയുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് എന്നാണ് ഈ പുരോഹിതനോട് ഗബ്രിയേൽ മാലാഖ പറയുന്നത്. പ്രൈസ് ലോർഡ്. താനിത് പറയുമ്പോൾ ഗബ്രിയേൽ മാലാഖ ദൈവത്തിന്റെ ദൂത് അറിയിക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? സെക്കരിയാവ് ദൂതനോട് പറയുകയാണ്, ഞാനിത് എന്തോന്നിനാൽ അറിയും. ഞാനിത് എന്തോന്നാൽ അറിയും. ഞാൻ വാർദ്ധക്യമായി, എനിക്ക് വാർദ്ധക്യമായി, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് പ്രായമായി, എൻ്റെ ഭാര്യയ്ക്ക് പ്രായമായി. പ്രൈസ് ലോർഡ്. ഇനി എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് സെക്കരിയാവ് എന്ന പുരോഹിതൻ ഗബ്രിയേൽ മാലാഖയോട് പറയുകയാണ്. ഞാൻ ഈ വാക്യം വായിച്ചു. പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങളോട് പറഞ്ഞ് ഇങ്ങനെയാണ്, സെക്കരിയാവ് വാസ്തവത്തിൽ പറയേണ്ട ആവശ്യമില്ല. കാരണം തൻ്റെ മുൻപിൽ ഒരു സാക്ഷ്യമുണ്ട്. 100 വയസ്സായ അബ്രഹാമിന് സാറായിക്കും ദൈവം തലമുറകളെ നൽകി. തൻ്റെ പൂർവ്വപിതാവായിരിക്കുന്ന അബ്രഹാമിന് തൻ്റെ വാർദ്ധക്യ സമയത്ത് ദൈവിക വാഗ്ദത്ത പ്രകാരം തനിക്ക് സന്തതികൾ ലഭിച്ചൊരു സാക്ഷ്യം സെക്കരിയാവിൻ്റെ മുൻപിലുണ്ട്. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നോട് ഇടപെടുമ്പോൾ, ദൈവിക വാഗ്ദത്തങ്ങൾ നീ പ്രാപിക്കുമ്പോൾ, ഒരു പക്ഷേ നിന്റെ ചിന്തയ്ക്കോ നിന്റെ അറിവിനോ നിന്റെ കഴിവിനോ മിടുക്കിനോ നിന്റെ പരിചയത്തിലോ ഒന്നും നടക്കാൻ സാധ്യത ഇല്ലാത്ത കാര്യമായിരിക്കാം കർത്താവ് പറയുന്നത്. പക്ഷേ ദൈവമാണോ നിന്നോടത് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ വാക്കാണോ നീ കേട്ടിരിക്കുന്നത്? ഒരു കാര്യം പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, പറഞ്ഞവൻ അത് ചെയ്തു തരുവാനും മതിയായവൻ തന്നെയാണ്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. സോ നോക്കി, ഇവിടെ സെക്കരിയ പുരോഹിതനോട്
ദൂതൻ പറയുകയാണ്, തക്ക സമയത്ത് നിവർത്തീകരിക്കേണ്ട വാക്കാണത്, ദൂതാണത്. കാര്യം ദൈവം ചുമ്മാ ഭോഷ്ക്ക് പറയത്തില്ല. ദൈവം ചുമ്മാ സമയം ടൈം പാസിന് വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ സന്തോഷിപ്പിച്ച് വിടുന്ന കർത്താവല്ല നമുക്കുള്ളത്. കുറെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന വാക്കും വചനമൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യടിയൊക്കെ വാങ്ങിച്ച് നമ്മളെ സന്തോഷിപ്പിച്ച് വിടുന്നൊരു കർത്താവിനെ അല്ലല്ലോ ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. പ്രൈസ് ലോർഡ്. നമ്മുടെ ദൈവം വചനം പറയും, കർത്താവിന് പറയുകയാണ്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് അത് അതിൻ്റെ ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വെറുതെ ഒരു വാക്കും വരത്തില്ല. കർത്താവ് തമാശ ഒന്നും പറയത്തില്ല, കർത്താവ് വെറുതെ ഒന്നും പറയത്തില്ല, അവൻ നുണ പറയത്തില്ല, അവൻ വ്യാജം പറയത്തില്ല. എൻ്റെ യേശു, എൻ്റെ കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നിന്റെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ അവൻ മതിയായവൻ തന്നെയാണ്. കർത്താവിനെ ഒന്ന് വിശ്വസിച്ച്. ആമേൻ. എന്നാൽ ഇവിടെ സെക്കര്യാവ് അവിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്, വാക്യം ഞാൻ ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം. ഹല്ലേലൂയ. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായികൊണ്ട്. തക്ക സമയത്ത്, നിങ്ങൾ അണ്ടർലൈൻ ചെയ്തോണം. തക്ക സമയത്ത് നീ ഒരു വാചനം കേട്ടവനാണോ, വാഗ്ദത്തം കേട്ടവനാണോ, ദൂത് കേട്ടവനാണോ? ഞാൻ വീണ്ടും 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 പറയാം, ഇന്ന് സാഹചര്യങ്ങളെല്ലാം നിനക്ക് എഗൻസ്റ്റ് ആയിരിക്കാം, മനുഷ്യർ നിനക്ക് എഗൻസ്റ്റ് ആയിരിക്കാം, നിന്റെ ബുദ്ധി നിനക്ക് എഗൻസ്റ്റ് ആയിരിക്കാം. നീ കേട്ട വാഗ്ദത്തവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സാഹചര്യത്തിലൂടെ ആയിരിക്കും നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും പ്രിയപ്പെട്ടവനെ, ദൈവമാണോ നിന്നോട് പറഞ്ഞിരിക്കുന്നത്? എൻ്റെ കർത്താവിന് പ്രത്യേകതയുണ്ട്. അവൻ പറഞ്ഞത് ചെയ്യുവാൻ അവൻ ഒരിക്കലും മനുഷ്യരെ കൂട്ടുപിടിക്കത്തില്ല. അവൻ പറഞ്ഞത് ചെയ്യുവാൻ അവൻ ഒരിക്കലും സാഹചര്യങ്ങളെ കൂട്ടുപിടിക്കത്തില്ല. എൻ്റെ കർത്താവ് എന്താണോ പറഞ്ഞിരിക്കുന്നത്, സാഹചര്യങ്ങൾ എതിരായി നിന്നാൽ പോലും എൻ്റെ കർത്താവ് പറഞ്ഞത് ചെയ്യാൻ മതിയായവനായി ഇന്നു പകലും അവൻ ജീവിക്കുന്നു. ആമേൻ. ഒന്ന് വിശ്വസിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഗബ്രിയേൽ മാലാഖ പറയുകയാണ്, തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ വാക്ക് വിശ്വസിക്കായകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങളോട് പറയട്ടെ. ദൈവം അയച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ സെക്കര്യാവിന് അസാധ്യതകൾ പറഞ്ഞ്, നെഗറ്റീവുകൾ പറഞ്ഞ്, അസാധ്യതകൾ പറഞ്ഞ് വേണമെങ്കിൽ ഈ വാഗ്ദത്തെ ഡിലേ ചെയ്യാം. പക്ഷെ നോക്കിക്കേ, ദൈവദൂതൻ ഇവിടെ പറയുകയാണ്, ഇത് നടക്കും, നടക്കേണ്ട വാഗ്ദത്തമാണ്. ഈ നടക്കുന്നത് വരെ നിന്റെ വായിക്ക് ഞാൻ സിബിടാൻ പോവാ, നീ മിണ്ടിപ്പോരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എനിക്ക് ഈ വാക്യം ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാനതിങ്ങനെ ഭാവനയെ കാണുന്നത്, ദൂതൻ സെക്കര്യാവിന്റെ വായിൽ സ്റ്റിപ്പ് വെച്ചു കൊടുത്തു, മിണ്ടിപ്പോരുന്നു. ആമേൻ. ഇത് നടക്കാൻ പോവാ, ഈ അത്ഭുതം നടക്കാൻ പോവാ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാൻ പോവുകയാണ്. നീ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ അവൻ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. പക്ഷെ നീ ആയിക്കൊണ്ട് ആ വാഗ്ദത്തത്തിനെതിരെ, ആ നന്മയ്ക്കെതിരെ ഒന്നും പറയരുത്. ഇത് നിങ്ങളോടും എന്നോടും ഉള്ള ദൂതാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ വാഗ്ദത്തങ്ങൾക്കെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ, നീ പ്രാർത്ഥിച്ച വിഷയത്തിനെതിരെ, നീ കാണുവാൻ ആഗ്രഹിക്കുന്ന നന്മയ്ക്കെതിരെ നിന്റെ വായിൽ നിന്ന് ഒരു നെഗറ്റീവ് വാക്കും വെളിയിൽ വരാൻ സമ്മതിക്കരുത്. തീരുമാനിക്കാവോ? അപ്പൊ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് നടക്കത്തില്ല എന്ന് പറയാനായിട്ടായിരിക്കും വരുന്നത്. ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തേക്കണം. എന്നിട്ട് പറയണം, യേശുവിന്റെ നാമത്തിൽ നടക്കും. ആമേൻ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ നടക്കും. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. എന്നോട് പറയാമോ? വിശ്വസിക്കുന്നതേ സംസാരിക്കാവൂ. ആമേൻ. മറ്റുള്ളവർ പറഞ്ഞത്, അവര് പറഞ്ഞത്, ഇവര് പറഞ്ഞത്, നിന്റെ ചിന്ത പറഞ്ഞത്, നിനക്ക് മുൻപേ വീണു പോയവർ പറഞ്ഞത്, അവരുടെ അനുഭവങ്ങൾ, ഇതൊന്നും പറയാൻ വേണ്ടി അല്ല കർത്താവ് എന്നെ നിന്നെ മാറ്റി വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഹൃദയത്തിൽ നീ എന്താ വിശ്വസിക്കുന്നത്? അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഹൃദയം നിറഞ്ഞ കവിനത്തെ വായി പ്രസ്താവിക്കുന്നത്. നിന്റെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹമാണെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ അവൻ വിശ്വാസ വചനം കൊണ്ട് നിറച്ചിരിക്കുകയാണെങ്കിൽ, അവൻ പ്രിയപ്പെട്ടവരെ, നിന്റെ വായിൽ നിന്ന്
ആമേൻ, അനുഗ്രഹത്തിന്റെ വാക്കുകൾ മാത്രമേ വെളി വരത്തുള്ളൂ. ആമേൻ, ആമേൻ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന കാര്യം എന്താ അറിയാമോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ വായിൽ നിന്ന് എൻ്റെ നന്മയ്ക്കെതിരെ, എൻ്റെ അനുഗ്രഹത്തിനെതിരെ, എൻ്റെ ഉയർച്ചയ്ക്കെതിരെ മറ്റാരുമല്ല ഞാൻ തന്നെ പറഞ്ഞിരിക്കുന്ന എല്ലാ നെഗറ്റീവ് വാക്കുകളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. നമ്മളങ്ങനെ പ്രാർത്ഥിക്കാൻ പോയത് എന്നാലോചിക്കുക, എന്തുമാത്രം നെഗറ്റീവ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കും, പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് ഉടനെ തന്നെ ഇത് നടക്കാൻ പോണില്ല. ആമേൻ. പണ്ട് ഒരു കഥ കേട്ടിരിക്കുന്ന ഒരു അമ്മച്ചിയുടെ വീടിൻ്റെ വാതിൽക്കൽ ഒരു മലയുണ്ട്. ഈ മല മാറാൻ വേണ്ടി അമ്മച്ചി പ്രാർത്ഥിക്കുക മാത്രമല്ല, 3 ദിവസം അമ്മച്ചി ഉപവാസ പ്രാർത്ഥന വെച്ചു. തന്നെത്താൻ ഇത് ഉപവസിക്കുക, കാര്യം ഈ മലയൊന്ന് മാറിക്കിട്ടണം. അമ്മച്ചി തീരുമാനിച്ചു, ഞാൻ ഇപ്പോൾ ഒന്നും വാതിൽ ഉറക്കത്തില്ല, 3 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ ഉപവാസം ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ വാതിൽ നോക്കത്തുള്ളൂ, ഈ മല അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അങ്ങനെ അമ്മച്ചി ദൈവസ്ഥലിൽ ഇരുന്ന് ഭയങ്കര പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് അമ്മച്ചി എഴുന്നേറ്റ് വന്ന് ഡോർ തുറന്ന് നോക്കിയപ്പോൾ മല അതുപോലെ അവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് അമ്മച്ചി പറയാ, ഞാൻ അന്നേരം വിചാരിച്ചു നടക്കാൻ പോണ കാര്യമല്ലോ, എനിക്ക് അന്നേരം അറിയാമായിരുന്നു നടക്കാൻ പോണ കാര്യം. അമ്മച്ചിയുടെ 3 ദിവസം വെറുതെ പോയില്ലേ? അമ്മച്ചിയുടെ പ്രാർത്ഥന വെറുതെ പോയില്ലേ? ആമേൻ. സോ യേശു എന്നാ പറഞ്ഞത്? ഈ മലയോട് മാറി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞതുപോലെ സംഭവിക്കും. അതായത് നിന്റെ ജീവിതത്തിന് മുൻപാകെ മല പോലെ നിൽക്കുന്ന ഏത് വിഷയമാണെങ്കിലും ആമേൻ, നീ പറഞ്ഞാൽ, നിങ്ങൾ പഴയ വായിച്ചു നോക്കിയേ, പുതിയ വായിച്ചു നോക്കിയേ, ആമേൻ, ദൈവജനത്തിന്റെ വാക്കിന്, സംസാരത്തിന്, ആമേൻ, അവന്റെ വായിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക്. അതുകൊണ്ട് ഏലിയാവ് പറഞ്ഞത്, ആമേൻ, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഞ്ഞും മഴയും പെയ്യത്തില്ല. അത് ഏലിയാവിന്റെ തന്റെ ഇടമ കർത്താവിൽ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ. ആമേൻ. നിങ്ങൾ പറയണം, നിങ്ങളുടെ സാഹചര്യത്തോട് നിങ്ങൾ പറയണം, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. ആമേൻ. അല്ല, വിഷയത്തോട് പറയണം, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോ, ഞാനാ പറയുന്നേ. യേശുവിൽ വിശ്വസിക്കുന്നത് ഞാനാ പറയുന്നേ. യേശുവിന്റെ കർത്താവായതുകൊണ്ട് ഞാൻ പറയുകയാണ്, യേശുവിന്റെ നാമത്തെ രോഗം സൗഖ്യമാവട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞേ, തൻ്റെ ഇടത്തോടെ പറഞ്ഞേ, ധൈര്യത്തോടെ പറഞ്ഞേ. എന്തിനാ സംശയിക്കുന്നേ? യേശുവല്ലേ നിന്റെ കർത്താവ്? നിന്നെ നിർത്തിയിരിക്കുന്ന യേശുവല്ലേ? ആമേൻ. ആ യേശു നിന്റെ കൂടെ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കുക, ഇന്ന് രാവിലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം നെഗറ്റീവ് നിങ്ങൾ പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കി. ആമേൻ. ഇപ്പം ഇത്രയും സമയമല്ലേ ആയുള്ളൂ. ആമേൻ. ഇന്ന് രാവിലെ പോയ ദിവസങ്ങളിലൊക്കെ എന്തുമാത്രം നെഗറ്റീവ് പറഞ്ഞല്ലേ? സങ്കടത്തിൽ നിന്നാ പറഞ്ഞത്, സമ്മതിച്ചു. പക്ഷേ അതും പറയരുത്. ആമേൻ. ഈ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ ശ്രമിച്ചു നോക്കി. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേലെങ്കിലും ഒരു അസാധ്യത പറയാതെ, നെഗറ്റീവ് പറയാതെ, സാധ്യത പറഞ്ഞില്ല. യേശുവിൻ്റെ കർത്താവായതുകൊണ്ട് ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. താഴ്ച നമ്മുടെ തങ്കുവേർ എപ്പോഴും പറഞ്ഞു പഠിപ്പിച്ചൊരു കാര്യമാണ്. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു മുഖാന്തരം എനിക്ക് ജയമുണ്ട്. അല്ലേ? നമ്മൾ പറഞ്ഞു നമുക്കിപ്പോൾ ഒരു സ്ലോഗൻ പോലെയായിപ്പോയി. ആമേൻ. പക്ഷെ കർത്താനദാസൻ നമ്മളെ പഠിപ്പിച്ചത് ആ വിശ്വാസത്തോടെ പറയാനാ പഠിപ്പിച്ചത്. ആമേൻ. ഒന്ന് പറഞ്ഞേ, ദൈവസന്നിധി പറഞ്ഞ്, യേശു എൻ്റെ കർത്താവായതുകൊണ്ട് ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. യേശുവിൻ്റെ കർത്താവായതുകൊണ്ട് ഞാൻ വാലല്ല തലയായി മാറും. യേശുവിൻ്റെ കർത്താവായതുകൊണ്ട് ഞാൻ വായ്പ വാങ്ങത്തില്ല, വായ്പ കൊടുക്കുന്നതിനായി തീരും. യേശുവിൻ്റെ കർത്താവായതുകൊണ്ട് എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു മുഖാന്തരം എനിക്ക് ജയമുണ്ട്. നീ പറ, നിന്നോട് തന്നെ പറ. നീ പ്രവചിക്കുക, നിന്റെ സാഹചര്യത്തോട് പ്രവചിക്കുക, നിന്റെ അവസ്ഥകളോട് പ്രവചിക്കുക. ആമേൻ. ഇന്ന് പകൽ നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കിനെ നിവർത്തിപ്പാൻ ആമേൻ സ്വർഗം മുഴുവൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം പറ. ആമേൻ. നെഗറ്റീവ് പറച്ചിലൊക്കെ നിർത്തി വിശ്വാസം പറ. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ, നിങ്ങളൊരു നിമിഷം ആ കരമൊന്ന് മാറോട് ചേർത്ത് വെച്ച് ഇങ്ങനെ പറയണം, യേശുവിൻ്റെ നാമത്തിൽ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. എന്നോട് ഇങ്ങനെ പറഞ്ഞേ, യേശുവിൻ്റെ നാമത്തിൽ എനിക്കെതിരെ, എൻ്റെ നന്മയ്ക്കെതിരെ, എൻ്റെ ഉയർച്ചയ്ക്കെതിരെ ഞാനായി തന്നെ പറഞ്ഞ മുഴുവൻ നെഗറ്റീവ് വാക്കുകളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്.
യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും എനിക്ക് ജയമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു അനുഗ്രഹമായിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ തൊടുന്നിടമെല്ലാം ഒരു അനുഗ്രഹമായിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കും. പറഞ്ഞോ നിങ്ങൾ? ആമേൻ. വചനം പറയുക, നിങ്ങൾ ഭൂമിയിൽ കിട്ടുന്നത് സ്വർഗത്ത് കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ, എല്ലാവരും പ്രാർത്ഥിക്കുന്നവർ, നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാ. പക്ഷേ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അതിനുമേൽ പറയുന്ന നെഗറ്റീവ് വാക്ക് നിർത്തിക്കോണം. ഇനി പറയരുത്. ഒരു വാക്ക് വായിന്ന് പറയരുത്. ഒരു സിപ്പങ്ങ് പിടിപ്പിച്ചേക്കണം. പറയാനിങ്ങനെ വരും, ഇവിടെ കൊണ്ട് ബ്രേക്ക് ചെയ്യണം. ഇവിടുന്ന് വരുന്നത് മുഴുവൻ വിശ്വാസത്തിന്റെ വാക്കുകളായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നിന്റെ വായിന്നൊരു വാക്ക് വെളി വരുമ്പോൾ ദൂതന്മാർ അത് എടുത്തുകൊണ്ട് പോകാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ നെഗറ്റീവ് വാക്ക് വരുമ്പോൾ ആമേൻ, പിശാചിനും പ്രവർത്തിക്കാൻ നിന്റെ നെഗറ്റീവ് വാക്കുകൾ വേണം എന്ന് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ ആശ്രയിച്ച്, പൂർണ്ണമായിട്ട് ആശ്രയിച്ച്, എല്ലാം നിരാശയും പലപ്പോഴും ആമേൻ നെഗറ്റീവ് വാക്കുകൾ പറയുന്നത് നമ്മുടെ നിരാശയ്ക്കകത്തു നിന്നാണ്, ഇല്ലേ? ആ നിരാശ വരുമ്പോൾ, സങ്കടം വരുമ്പോൾ ഒക്കെ നമ്മൾ നെഗറ്റീവ് പറയാനാണ് പലപ്പോഴും. ഇനി പ്രാർത്ഥിച്ചിട്ട് എന്നാ ഗുണം, പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം, ആമേൻ എന്നൊക്കെ നെഗറ്റീവ് വാക്കുകളല്ലേ വരുന്നത്. ആമേൻ. ആ നിരാശയെല്ലാം ഒന്ന് മാറ്റി വിശ്വാസം കൊണ്ട്, വചനം കൊണ്ട് നിന്റെ ഹൃദയം ഒന്ന് നിറച്ച്. പ്രൈസ് ദി ലോർഡ്. സോ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പിതാവേ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. കർത്താവേ, യേശുവാണല്ലോ ഞങ്ങളുടെ കർത്താവ്. സംഗീതനക്കാരൻ പറയുന്ന പോലെ ഞങ്ങളുടെ നാവ് സമർത്ഥനായ എഴുത്തുകാരൻ്റെ കയ്യിലെ പൊൻതൂവൽ പോലെയാകുന്നു. കർത്താവെ, ഞങ്ങളുടെ നാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കർത്താവെ, ഈ നാവ് കൊണ്ട് കർത്താവെ ഒരു നെഗറ്റീവും പറയാനിടയാവാതെ, യാക്കോബ് ലേഖനം പറയുന്ന പോലെ ഒരു ഉറവയിൽ നിന്ന് മധുരവും കയ്പുമേറിയ വെള്ളം ഒരിക്കലും വരത്തില്ലല്ലോ. കർത്താവെ, ഞങ്ങളുടെ നാവിൽ നിന്ന് മധുരമേറിയ വെള്ളം വരുവാൻ, ആമേൻ, വിശ്വാസത്തിന്റെ വാക്കുകൾ വരുവാൻ, യേശുവിനെ പോലെ ലാവണ്യ വാക്കുകൾ വരുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നീ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചും പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതം അനുഗ്രഹമായി മാറട്ടെ. അവർ തൊടുന്നിടമെല്ലാം അനുഗ്രഹമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ ഉയർച്ച പ്രാപിക്കട്ടെ. അവരേത് സാഹചര്യത്തിലാണോ നിൽക്കുന്നത്, എത്ര വലിയ ജെരിഹോ കോട്ടയാണെങ്കിലും കർത്താവെ, അതിനു ചുറ്റും ആർപ്പിട്ടപ്പോഴാണല്ലോ ആ ജെരിഹോ കോട്ട തകർന്നു വീണത്. ആ വിഷയത്തെ നോക്കി, ആ മല പോലത്തെ വിഷയത്തെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ മാറുവാൻ ഈ പ്രിയപ്പെട്ടവർ കൽപ്പിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ അത്ഭുതം സംഭവിക്കട്ടെ. വഴിയില്ലാത്തടത്ത് വഴി ഒരുങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിയട്ടെ, രോഗികൾ സൗഖ്യമാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ബലം കൊണ്ട്, ധൈര്യം കൊണ്ട് നിന്റെ മക്കളെ കർത്താവ് ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. അത്ഭുതമാക്കി മാറ്റണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. നിങ്ങൾ എപ്പോഴും പറയണം, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. നന്മ പറയണം. ആമേൻ. അനുഗ്രഹം പറയണം. ചെയ്തെടുപ്പാൻ യേശു കൂടെയുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുവദിച്ചാൽ വീണ്ടും കാണാം. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.